മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഷോർട്ട് വേവ് ഹാം റേഡിയോ ട്രാൻസീവറിനെ പറ്റിയിട്ടാണ്. ഇതിൽ ട്രാൻസ്മിറ്ററായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് VWN ട്രാൻസ്മിറ്ററാണ്. 1980കളിൽ സൗത്ത് ഇന്ത്യയിലെ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്കിടയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ട്രാൻസ്മിറ്ററായിരുന്നു VWN ട്രാൻസ്മിറ്റർ. VWN എന്ന ഹാം റേഡിയോ ഓപ്പറേറ്ററാണ് ഈ ട്രാൻസ്മിറ്റർ ഡിസൈൻ ചെയ്തത്. ഈ ട്രാൻസ്മിറ്റർ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ സിഗ്നൽ റിപ്പോർട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വരെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമും എല്ലാ ഡീറ്റെയിൽസും ആൻറ്റിനെയും ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത VWN QRP ട്രാൻസീവർ. ഒരു പഴയ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ബോഡിയിലാണ് ഞാനിത് അസംബിൾ ചെയ്തെടുത്തത്. ഇതിൽ കാണുന്ന പച്ച നിറത്തിലുള്ള ബോർഡാണ് VWN QRP ട്രാൻസ്മിറ്റർ. ഏകദേശം 5 വാട്ടോളം ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പവർ ലഭിക്കും. 40 മീറ്റർ ബാൻഡ് അഥവാ 7 മുതൽ 7.2 മെഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസികളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്ത് സ്പീക്കർ ഔട്ട്പുട്ടിനും 12 വോൾട്ട് 24 വോൾട്ട് പവർ സപ്ലൈക്കുള്ള പോർട്ടും പിന്നെ ആൻറ്റിന പോർട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് VWN QRP ട്രാൻസ്മിറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ 3 ട്രാൻസിസ്റ്ററുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ പ്രീ ആംപ്ലിഫയറായും, രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഡ്രൈവർ ആംപ്ലിഫയറായും, മൂന്നാമത്തെ ട്രാൻസിസ്റ്റർ പവർ ആംപ്ലിഫയറുമായും ഉപയോഗിക്കുന്നു. ഇതിലെ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ക്ലാസ് A മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററും മൂന്നാമത്തെ ട്രാൻസിസ്റ്ററും ക്ലാസ് C മോഡിലും വർക്ക് ചെയ്യുന്നു. ഇതിലെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് BD139 എന്ന മീഡിയം പവർ NPN ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ കളക്ടർ ഒരു സീരീസ് LC ട്യൂണിംഗ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻറ്റിനയുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ കാണുന്ന VC1 എന്ന വേരിയബിൾ കപ്പാസിറ്റർ തിരിച്ചുകൊണ്ട് നമുക്കത് ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഒരു 1 കിലോ ഓംസിൻ്റെ വയർ ബൗണ്ട് വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻറ്റിന ട്യൂണിംഗ് ഇൻഡിക്കേറ്ററായിട്ടാണ് ഈ LED ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇനി ഈ ട്രാൻസ്മിറ്ററിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ലീനിയർ പവർ സപ്ലൈ ആണ്, അതായത് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ. ഇതിൽ 2 ഔട്ട്പുട്ടാണുള്ളത്. 24 വോൾട്ട് ഔട്ട്പുട്ടും 12 വോൾട്ട് ഔട്ട്പുട്ടും. 24 വോൾട്ട് നേരെ പോകുന്നത് പവർ ആംപ്ലിഫയറിലേക്കാണ്. 12 വോൾട്ട് പോകുന്നത് റേഡിയോ റിസീവറിലേക്കാണ്. റിസീവറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്കൊരു സ്പീക്കർ കണക്ട് ചെയ്യാം. ഇതിൽ റിസീവറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡയറക്റ്റ് കൺവെർഷൻ റേഡിയോ റിസീവറാണ്. ഡയറക്റ്റ് കൺവെർഷൻ റേഡിയോ എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് കൺവെർഷൻ റേഡിയോ ഉപയോഗിച്ചതിൽ ഒരു കാരണമുണ്ട്. ഡയറക്റ്റ് കൺവെർഷൻ റേഡിയോ റിസീവർ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാൻസ്മിറ്ററിൽ ഉപയോഗിക്കുന്ന അതേ വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ തന്നെ ഈ റിസീവറിനും ഉപയോഗിച്ചാൽ മതിയാകും. ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫിലമെൻ്റ് ബൾബാണ്. 12 വോൾട്ട് 10 വാട്ട്സിൻ്റെ ഫിലമെൻ്റ് ബൾബാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെ ഡമ്മി ലോഡ് എന്നാണ് പറയുന്നത്. ഈ ട്രാൻസീവറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഈ ഡമ്മി ലോഡ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ട്രാൻസ്മിറ്ററിൽ നമ്മളൊരു കാരിയർ ഓസിലേറ്റർ കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയെടുത്ത DDS വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്ററാണ്. ഇനി ഈ ഓസിലേറ്ററും ട്രാൻസ്മിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാം. ഇനി ഈ ഓസിലേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററികളാണ്. ബാറ്ററി കൊടുത്തപ്പോൾ തന്നെ ഈ DDS VFO ഓൺ ആകുന്നുണ്ട്. ഇതിൻ്റെ LCD ഡിസ്പ്ലേയിൽ ഇതിൽ നിന്നും ജനറേറ്റ് ആകുന്ന ഫ്രീക്വൻസിയും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ട്രാൻസ്മിറ്ററിൻ്റെ പവർ സപ്ലൈ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അടുത്തതായിട്ട് ഈ ട്രാൻസ്മിറ്ററിൻ്റെ പവർ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം.
പവർ സ്വിച്ച് ഓണാക്കുമ്പോൾ തന്നെ ഡമ്മി ലോഡായിട്ട് ഉപയോഗിച്ച ഫിലമെൻ്റ് ബൾബ് തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ബൾബ് തെളിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ട്രാൻസ്മിറ്ററിൽ നിന്നും ഔട്ട്പുട്ട് പവർ വരുന്നുണ്ട് എന്നാണ്. ഇനി ഈ വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ നോബ് സാവധാനം തിരിച്ചുകൊണ്ട് ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ബൾബ് മാക്സിമം ബ്രൈറ്റ്നെസ്സിലെത്തുമ്പോഴാണ് ഇതിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ കാണുന്ന വേരിയബിൾ റെസിസ്റ്റർ സാവധാനം തിരിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂണിംഗ് ഇൻഡിക്കേഷൻ LED ബ്ലിങ്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ട്യൂണിംഗ് LED എപ്പോഴാണോ ഓഫായിട്ടിരിക്കുന്നത് അപ്പോഴാണ് ഇതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടുന്നത്. ഇനിയൊരു ഷോർട്ട് വേവ് റേഡിയോ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ട്യൂൺ ചെയ്യുമ്പോൾ ഇതിൽ അതിൻ്റെ ട്യൂണിംഗ് LED ബ്ലിങ്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഈ ട്രാൻസ്മിറ്റർ ഓഫാക്കിയതിന് ശേഷം ഈ ഡമ്മി ലോഡ് ഇതിൽ നിന്നും റിമൂവ് ചെയ്യാം. എന്നിട്ട് പുറത്ത് വലിച്ചു കയറ്റിയിരിക്കുന്ന ഒരു ഡൈപോൾ ആൻറ്റിനയിലേക്ക് ഈ ട്രാൻസ്മിറ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഡൈപോൾ ആൻറ്റിനയുടെ ഡയഗ്രാം. 10 മീറ്റർ നീളമുള്ള 2 വയറുകൾ 2 മരങ്ങളിലായിട്ട് വലിച്ചു കെട്ടിയാണ് ഈ ആൻറ്റിന ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് കോയാക്സിയൽ കേബിൾ പോകുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു 10 മീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആൻറ്റിന പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഡൈപോൾ ആൻറ്റിന. 10 മീറ്റർ നീളമുള്ള 2 വയറുകൾ 2 മരങ്ങൾക്കിടയിലായിട്ട് വലിച്ചു കെട്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുമാണ് കോയാക്സിയൽ കേബിൾ വരുന്നത്. ഈ ആൻറ്റിനയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്ററാണ്. ഫ്രണ്ട്സ്, ആൻറ്റിനയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച് സംഭവിക്കുകയാണെങ്കിൽ ഇതിലെ ട്യൂണിംഗ് LED ഫുൾ ബ്രൈറ്റ്നസ്സിൽ കത്തി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫൈനൽ ആംപ്ലിഫയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന BD139 എന്ന ട്രാൻസിസ്റ്റർ കത്തിപ്പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ടെസ്റ്റിങ്ങിനിടയിൽ കത്തിപ്പോയ കുറച്ച് ട്രാൻസിസ്റ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യുക മാത്രമാണ് ഏക പോംവഴി. ഇനി ഈ ട്രാൻസിസ്റ്റർ ഡീസോൾഡർ ചെയ്ത് എടുത്തതിന് ശേഷം മറ്റൊരു ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യാം. ഈ ട്രാൻസിസ്റ്റർ ഇളക്കിയെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ കത്തിപ്പോയി എങ്കിലും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഈ ട്രാൻസിസ്റ്ററിൻ്റെ മേൽ കാണില്ല. അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റിംഗ് വളരെ സിമ്പിളാണ്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലും എമിറ്ററിലുമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കത്തിപ്പോയി എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും എമിറ്ററും തമ്മിൽ ഇലക്ട്രിക്കലി ഷോർട്ട് ആവുന്നതാണ് കാരണം. ഇനി ഈ ട്രാൻസിസ്റ്റർ ഇളക്കി മാറ്റി പകരം മറ്റൊരു ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യാം. ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഡമ്മി ലോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വർക്കാവുന്നുണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത ട്രാൻസിസ്റ്റർ വർക്കാവുന്നുണ്ട്. ഇനി ഈ ട്രാൻസ്മിറ്റർ ആൻറ്റിനയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്മിറ്റർ ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ വേരിയബിൾ കപ്പാസിറ്റർ സാവധാനം ട്യൂൺ ചെയ്യുക. ഇതിൻ്റെ ട്യൂണിംഗ് LED ഓഫ് സ്റ്റേറ്റിൽ എത്തുന്നതുവരെ ഇതിൻ്റെ വേരിയബിൾ കപ്പാസിറ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
ഇപ്പോൾ ഈ ട്രാൻസ്മിറ്റർ കറക്റ്റായിട്ട് ആൻറ്റിനയുമായിട്ട് ട്യൂണായിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് വെച്ചിട്ടുള്ള ഒരു റേഡിയോ റിസീവറിലെ ട്യൂണിംഗ് ഇൻഡിക്കേഷൻ LED വളരെ ഫുൾ ബ്രൈറ്റ്നസ്സിലായിട്ട് കത്തി നിൽപ്പുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീടിൻ്റെ ഔട്ട് സൈഡിലേക്ക് ഈ റേഡിയോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ട്യൂണിംഗ് LED പഴയതുപോലെ തന്നെ വളരെ ഫുൾ ബ്രൈറ്റ്നസ്സിലായിട്ട് കത്തി നിൽപ്പുണ്ട്. ഇനി ഈ ട്രാൻസ്മിറ്ററിൻ്റെ റേഞ്ച് നമുക്ക് എത്ര കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് kiwisdr എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വേൾഡ് മാപ്പും അതിൽ ഒരുപാട് ലൊക്കേഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള kiwisdr സ്റ്റേഷനുകളുടെ ലൊക്കേഷനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 4 ലൊക്കേഷനുകളിലായിട്ട് ഈ kiwisdrൻ്റെ സ്റ്റേഷനുകളുണ്ട്. ഈ ലൊക്കേഷനുകളിൽ പ്രസൻ്റ് ആയിട്ടുള്ള റേഡിയോ സിഗ്നലുകളെ റിസീവ് ചെയ്തുകൊണ്ട് ഇതിനെ ഇൻ്റർനെറ്റ് വഴി ലൈവ് സ്ട്രീം ചെയ്യുന്ന പരിപാടിയാണ് websdrകൾ ചെയ്യുന്നത്. ഈ മാപ്പിൽ ബംഗളൂരുവിൽ നിന്നുള്ള websdr സ്റ്റേഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരിലേക്ക് ഏകദേശം 500 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ സെർച്ച് ചെയ്യുക. 7.100 MHz ഫ്രീക്വൻസിയിലാണ് ഞാനിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ട്രാൻസ്മിറ്റർ ഓണാക്കുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ ഒരു വര തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ ഡിസ്പ്ലേയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നലുകൾ ആ ലൊക്കേഷനിൽ എത്തി എന്നതിൻ്റെ തെളിവാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ ട്രാൻസ്മിറ്റർ ഓഫാക്കുമ്പോൾ ഈ വര മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 500 കിലോമീറ്ററോളം ദൂരപരിധിയിൽ ഈ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഈ വര തെളിഞ്ഞു വരുന്നതിനോടൊപ്പം തന്നെ ഒരു ടോൺ ശബ്ദവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡ് എന്ന് പറയുന്നത് CW മോഡാണ്. ഈ മോഡൽ മോഴ്സ് കോഡ് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും. VWN QRP ട്രാൻസ്മിറ്ററിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മൈ ജോമൻ. This is Mr. Tech Electronics signing out.